മകളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഒരുമിച്ച് ചേരാമല്ലേ? ഒരു വലിയ സംഘമായി തീർന്നിരിക്കുകയാണ്. ഓരോരുത്തരും ഓരോ വചനങ്ങളായിരിക്കും നമ്മൾ ഒരു കൂട്ടുകാരനും കൂട്ടുകാരിക്ക് അയക്കുന്നത്. ഇന്നൊരു വലിയ ഒരു കൂട്ടായ്മയായി മാറി. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് നമ്മൾ ഓരോരുത്തരുമാണ്. ഇന്ന് കർത്താവിന് ഈ സമൂഹത്തോടും ഇത് ഷെയർ ചെയ്യുന്ന ഓരോരുത്തരോടും പറയുന്ന ഒരു രഹസ്യ സത്യമുണ്ട്. കേൾക്കണ്ടേ? നമുക്ക് കേൾക്കാം. ഏശയ്യാ 61:11. മണ്ണിൽ മുള പൊട്ടി വരുന്നത് പോലെയും തോട്ടത്തിൽ വിത്ത് മുളയ്ക്കുന്നത് പോലെയും ജനതകളുടെ മുമ്പിൽ നീതിയും സ്തുതിയും ഉയർന്നു വരാൻ കർത്താവ് ഇടയാക്കും. നീതിയും സ്തുതിയും ഉയർന്നു വരുന്ന ജീവിതങ്ങളിലാണ് വലിയ അനുഗ്രഹത്തിൻ്റെ വർഷമാരി ഉണ്ടായിത്തീരുന്നത്. എവിടെ നീതിയും സ്തുതിയും ഉയരുന്നുവോ അവിടെ ദൈവീക സ്വഭാവങ്ങൾ വളർന്നു വരും. ഇപ്പം നമ്മുടെ വീട്ടിലെ അപ്പനും അമ്മയും സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ, നീതി പ്രവർത്തിക്കാൻ തയ്യാറായാൽ ആ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ അനന്തമായ നന്മയാണ് കടന്നു വരിക. സ്തുതിയും നീതിയും ഉയരുമ്പോൾ ജീവിതം വിശുദ്ധിയുള്ളതായിത്തീരും. വിശുദ്ധിക്ക് അനന്തമായ ശക്തിയുണ്ട്. ദാനിയേലിൻ്റെ വിശുദ്ധിയെ സിംഹങ്ങൾ പോലും മാനിച്ചില്ലേ? സിംഹങ്ങൾ ദാനിയേലിൻ്റെ മുമ്പിൽ അവനെ തൊടാൻ സാധിക്കാതെ മാറി നിന്നു. ഏലിയായുടെ വിശുദ്ധി സ്വർഗം മാനിച്ചില്ലേ? ജെറമിയയുടെ വിശുദ്ധി ശത്രു രാജാവായ സിറിയയിലെ രാജാവ് മാനിച്ചില്ലേ? എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിൻ്റെ സ്തുതികൾ അർപ്പിച്ചാൽ, നാം ദൈവത്തിൻ്റെ നീതി അനുസരിച്ച് പ്രവർത്തിച്ചാൽ, ദൈവത്തിൻ്റെ നന്മകളെ ഓർത്ത് സ്തുതിച്ചാൽ അപകടങ്ങളിൽ നമ്മെ കാത്തുരക്ഷിക്കും, പ്രലോഭനങ്ങളിൽ നമ്മെ കാത്തുരക്ഷിക്കും. സൽകീർത്തി കൊണ്ട്, ദൈവകൃപ കൊണ്ട് നമ്മെ നിറയ്ക്കും. നന്മ നൽകി അനുഗ്രഹിക്കും, ജോലി നൽകി അനുഗ്രഹിക്കും, ആരോഗ്യം നൽകി അനുഗ്രഹിക്കും, സമ്പത്തും നല്ല മക്കളെയും നൽകി അവിടുന്ന് അനുഗ്രഹിക്കും. എന്തു വേണം? സ്തുതിയും നീതിയും നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവമായി തീരണം. അപ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഈ ദൈവപ്രവർത്തിക്ക് വേണ്ടി നമ്മൾ കാത്തു നിൽക്കാം. പ്രിയപ്പെട്ട മക്കളെ, സ്തുതിയും നീതിയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. അനേക മക്കളിലേക്ക് ഇന്നത്തെ സന്ദേശം ഇപ്പോൾ ഷെയർ ചെയ്യുന്ന 17 കുടുംബങ്ങളിലേക്കും 15 യുവജനങ്ങളിലേക്കും വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കാണുന്നു. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഈശോ ഇതാ വന്ന് തൊടട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.